ഇതൊക്കെ ഓർത്ത സങ്കടവും വിഷമവും ഇനി എന്തായി തീരുമെന്ന്. നീതിമാൻ ഇപ്പം നമ്മൾ വചനം വായിച്ചില്ലേ, പത്രോസിൻ്റെ, നീതിമാൻ കഷ്ടിച്ച് മാത്രമേ രക്ഷപ്പെടുന്നുള്ളെങ്കിൽ ദുഷ്ടൻ്റെയും അതിക്രമികളുടെയും അവസ്ഥകൾ എന്തായി തീരുമെന്ന്. അത് അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ സന്തതികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നീതിമാൻ ഇവിടെ ആരുണ്ട്? എത്ര പേരുണ്ട് നീതിമാന്മാർ? എത്ര പേരുണ്ട് ഇവിടെ നീതിമാന്മാർ? നീതി എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയല്ല ഇപ്പം മുന്നോട്ട് പോകുന്നത്. നീതി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെയാണ് ഓരോരുത്തരും ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഓരോരുത്തരോടൊന്നല്ല, സ്വാഭാവികമായിട്ട് എല്ലാവരും. പിന്നെ നമ്മളെങ്ങനെയാണ് നീതിമാന്മാരാകുന്നത്? ഒന്നുമില്ലെങ്കിൽ വാക്കിൻ്റെ കസരത്ത് പോലും കാണിക്കാത്തവരാരുമില്ല. പേടി എന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ്. കാരണം ഇന്ന് കർത്താവ് നീതിമാനല്ലേ. നമ്മൾ കാട്ടിക്കൂട്ടുന്ന പോകൃത്തങ്ങളൊക്കെ അത്ര വലുതുമല്ലേ. തിരുത്താൻ നമ്മളെ കൊണ്ടാകുമോ? വലിയ വില കൊടുക്കേണ്ടി വരും. നീതിമാൻ കഷ്ടിച്ചെന്ന് പറയുമ്പോൾ അതുപോലും പാടാ. ദുഷ്ടൻ്റെ കാര്യം കട്ടപ്പോക. എങ്ങനെ ഒന്നും കരകയറി പോവല്ലേ, ഒരു രക്ഷയില്ല. അതാ പറഞ്ഞ് കഴിയുന്നതും തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് ആ കാൽക്കിലേക്ക് വീഴാൻ കിട്ടുന്ന സമയം നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തണം. നമ്മൾ നമ്മുടെ ജീവിതം ഒരു കരക്കടുപ്പിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്ന വഴിയിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ടെന്ന് നമ്മൾക്ക് പോലും അറിയത്തില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് അന്ത്യകാലമാണ് എന്ന് നമ്മൾ എത്ര ഓടിയാലും ഇത്രയൊക്കെ ഓടുകയുള്ളൂ. ബൈബിളിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള നമുക്ക് ബൈബിളിൽ പറഞ്ഞ അതേപോലെ ഇല്ലേ, അതേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മളിനി കൂടുതൽ ഓടിയാൽ ഇത്രയൊക്കെ ഓടുകയുള്ളൂ നമുക്കും അറിയാം. അപ്പോൾ ആ ഉള്ള സമയം കൊണ്ടെങ്കിലും നമ്മൾ ആ ദൈവത്തെങ്കിലേക്ക് അടുത്ത ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ ഏറ്റു പറഞ്ഞ് പാവങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് കഴിയുന്ന നന്മകൾ മാത്രം ചെയ്ത് നമ്മുടെ ആത്മാവ് എവിടെ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടോ അതൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി വീടെടുക്കാൻ വേണ്ടി തമ്പുരാനോട് യാചിക്കുക, അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ പെട്ടെന്നൊന്ന് യാചിച്ചാലും വീഴുന്ന ആളുമല്ല. നമ്മളെ വില കൊടുത്ത് വാങ്ങിയതല്ലേ. നമ്മളെ ആരുടെ കയ്യിൽ നിന്നാണ് വില കൊടുത്ത് വാങ്ങിയത്? എന്ത് വിലയാണ് കർത്താവ് നമുക്ക് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാവോ? നമ്മളെന്ന ക്രിസ്ത്യാനി എന്ന നമുക്ക് കർത്താവ് നമ്മളെ ആരുടെ കയ്യിൽ നിന്നാണ് വില കൊടുത്ത് വാങ്ങിയത്? എന്ത് വിലയാണ് തമ്പുരാൻ കൊടുത്തതെന്ന് ആർക്കെങ്കിലും അറിയാവോ? അത് ചില്ലറ കാര്യമല്ലെന്നൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കർത്താവ് നമ്മൾ അതുവരെ ആരുടെ കൈകളിലായിരുന്നു? ആരുടെ കയ്യിൽ നിന്നാണ് നമ്മളെ വില കൊടുത്ത് വാങ്ങിയത്? എന്ത് വിലയാണ് കൊടുത്തത്? എത്ര പേർക്കറിയാം ഈ സത്യം? അതിനൊക്കെ സമയമുണ്ടോ അല്ലേ ചിന്തിക്കാൻ? നമുക്ക് അതിനൊന്നും നേരമില്ല. നമ്മുടെ വഴികൾ, നേരെ പോകേണ്ട വഴികൾ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ് തീർന്നു. നമ്മൾ ഒരിക്കലും കുറുക്ക് വഴി നോക്കരുത്. നമുക്ക് തമ്പുരാൻ തന്നെ ആ ഇടുങ്ങിയ വഴി മാത്രം മതി. ആ ഇടുങ്ങിയ വഴിയോടെ പോയാൽ നമുക്ക് വിശാലമായ സ്ഥലത്ത് ചെന്ന് പറ്റാൻ പറ്റും. നമ്മൾ വിശാലമായ വഴിയോടെ പോയെങ്കിൽ നമ്മൾ ഇടുങ്ങിയതിനകത്തോട്ട് ചെന്ന് പോയി നമുക്ക് ഇടത്തോട്ട് വല്ല തിരിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വന്ന് വീഴും. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ഓർമ്മ എങ്ങനെയെന്നോ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. കൊടുക്ക് പോലെ എത്ര അഴിച്ചാലും പിന്നെയും കടുങ്കെട്ട് വീഴുന്ന ഒരവസ്ഥ. അതുപോലെ കുടുങ്ങിക്കിടക്കുകയാണ് ചില മനുഷ്യർ എന്നല്ല, ചിലപ്പോൾ ഞാനൊക്കെ അങ്ങനെ ആയിരിക്കാം. ഇപ്പം ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ വചനം പറയുന്നുണ്ടെങ്കിലും ദൈവിക കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഭാഗത്തും കുറവുകൾ ഉണ്ടാവില്ലേ? ഇല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരുടെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകിയല്ലേ? അത് എന്നെയും ബാധിക്കുന്നതല്ലേ? അതെ, ഇത് എന്നെയും ബാധിക്കുന്നതാ. എനിക്ക് പോലും അവരെ തിരുത്താൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നമുക്ക് ആരെയും തിരുത്താൻ പറ്റില്ല. പക്ഷെ സ്വയമേ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, തിരുത്താൻ പറ്റും. ഓട്ടമൊക്കെ കർത്താവിലേക്ക് ആയിരിക്കട്ടെ, മറ്റൊന്നിൻ്റെയും പുറകെ ഓടാതിരിക്കട്ടെ. എനിക്ക് വചനങ്ങളൊക്കെ വായിച്ച് പറയുമ്പോൾ വചനങ്ങളിൽ പറ്റി അതുപോലെയൊക്കെ ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും എന്ന് എന്നോട് ചോദിച്ചവരൊക്കെയുണ്ട്. അതുപോലെ നിങ്ങൾ ജീവിക്കേണ്ട, നന്മതി ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാമല്ലോ.
എന്ത് അതുപോലെ ജീവിക്കാൻ പറ്റായിരിക്കും? അതിനകത്ത് എന്താ ഇത്ര പിന്നെ തടസ്സങ്ങളായിട്ടുള്ളത്? നമുക്ക് എന്ത് ബുദ്ധിമുട്ട് ആ വചനത്തിലുള്ളത്? നല്ല കാര്യങ്ങളല്ലേ? നല്ല കാര്യങ്ങളിലൂടെ പോകുന്നത് അതുപോലെ അങ്ങ് നല്ലത് നന്മ ചെയ്ത് നല്ലപോലെ അങ്ങ് പോയാൽ എന്താ കുഴപ്പം? അതുപോലെ ജീവിക്കാൻ എന്ത് തടസ്സങ്ങളാണ് നമുക്കുള്ളത്? എനിക്ക് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അതിൽ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഒരു കാര്യങ്ങളും കാണുന്നില്ല. സാമ്പത്തികം ബുദ്ധിമുട്ടുണ്ടാകും, അത് ഉറപ്പാണ്. നമ്മൾ ക്രിസ്തു നാഥനെ പിന്നെ ദൈവവും രക്ഷകനമായി സ്വീകരിച്ച് പോകുമ്പോൾ നമുക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടും. കാരണം അത് നമുക്ക് അത്ര പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ട് വരികയില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ ദരിദ്രനായി പോയി എന്നൊരു തോന്നൽ വരുമല്ലേ നിങ്ങൾക്ക്? അതാണ് പ്രശ്നവും. അതുപോലെ ജീവിക്കാൻ പറ്റാതെ വരുന്നത് അതുകൊണ്ടാണ്. അതിന് കർത്താവിന് വേണ്ടുന്നവരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് എടുക്കപ്പെട്ടവർ നിമിത്തമാണ് ഈ കോപവും ക്രോധവും പീഡനങ്ങളും കർത്താവ് കുറച്ചിരിക്കുന്നത്. പിതാവായ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തം പരിമിതപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു? അതായത് ഒരു ദേശത്ത്, ഒരു പഞ്ചായത്തിൽ, ദേശത്തെന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് ഇതായി പോകണ്ട, ഒരു പഞ്ചായത്തിൽ ഒരു നീതിമാൻ, കർത്താവിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ മതി, ആ പ്രദേശം മുഴുവനും ആ നീതിമാൻ നിമിത്തം സംരക്ഷിക്കപ്പെടും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സോദോം ഗൊമോറയിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം, അബ്രഹാം ചോദിക്കുന്നൊരു ചോദ്യം? 50 പേരുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുമോ, നശിപ്പിക്കുമോ? 40 പേര് ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 30 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? അവസാനം 5 പേരിൽ വന്ന് എത്തി നിന്നിട്ട് അവിടെ 5 പേരിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അത് അന്ന് മാത്രം സംഭവിച്ച കാര്യങ്ങളല്ല, ഇന്നും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് തോന്നുകയാണ്, അന്ന് സോദോം ഗൊമോറയിൽ സംഭവിച്ചതിനേക്കാളും കൂടുതലായ മോശമായ അവസ്ഥയിലല്ല ഇന്ന് നമ്മുടെ രാജ്യവും ലോകവും മുഴുവനും പിന്നെ മാലിന്യങ്ങളും കളങ്കപ്പെട്ടും മോശമായ അവസ്ഥയിൽ ജീവിക്കുന്നത്. അതിലും കഷ്ടതയില്ലാന്ന് എനിക്ക് മോശമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്നിട്ടും തമ്പുരാൻ അത് പിടിച്ചു നിർത്തിക്കൊണ്ട് പോവുകയാണ്, നശിപ്പിക്കാതെ. എങ്കിലും നശിപ്പിക്കുന്നുണ്ട്. കൊടുങ്കാറ്റും മഴയും ഇടിമിന്നലും വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് കുറേയൊക്കെ തുടങ്ങി പോകുന്നുമുണ്ട്. ദൈവമേ, കഷ്ടം. അതാ ഞാൻ പറഞ്ഞേ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തം ഇത് പരിമിതിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ആര് രക്ഷപ്പെടുമായിരുന്നു? ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്ര പച്ചയായി മലയാളത്തിൽ ഏത് ഭാഷയിലും ഇത് കൊടുത്തിട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. കർത്താവ് കുറച്ച് പേരെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഈ ലോകം സത്യം പറഞ്ഞ നാമാശേഷം നശിച്ചു പോകുമായിരുന്നു അല്ലേ? ഈ ജനങ്ങളടക്കം നശിപ്പിച്ചു കളയുമായിരുന്നു. നോഹയുടെ കാലത്തിൽ വെള്ളപ്പൊക്കം, ലോത്തിന്റെ കാലത്ത് തീയും ഗന്ധവും വർഷിച്ചു. അന്ന് കർത്താവിന് സഹതാപവും വിഷമം തോന്നിയിട്ട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് പറയാവോ? തീയാലും വെള്ളത്താലും ഞാൻ നശിപ്പിക്കുകയില്ല എന്ന്. എന്തോ ഒരു ദയാലുവാണ് ദൈവം അല്ലേ? എന്നിട്ട് മനുഷ്യർക്ക് എന്താ അതില്ലാതെ പോകുന്നേ? നമ്മളെല്ലാം ഏതോ ഇരുട്ടില, ഇന്നും ഓരോരുത്തരുടെ ഇരുട്ടില ജീവിതം. ക്രിസ്ത്യാനി, എനിക്ക് ആ ക്രിസ്ത്യാനി എന്നുള്ള വാക്കിനെ കളങ്കപ്പെടുത്തുന്നല്ലോ നോക്കുമ്പോൾ ഞാൻ പിന്നെ അത് തന്നെ വിളിച്ച് പറയുന്നേ. ക്രിസ്ത്യാനി, കർത്താവിന് അപമാനം വരുത്തുന്ന മാത്രം കുറെ ക്രിസ്ത്യാനി. അവനറിയില്ല ഇന്ന് എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. അവൻ ഓട്ടമാണ്, വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടം. ഓടട്ടെ. എന്തെങ്കിലും ഒരു ദിവസം തിരിഞ്ഞു നോക്കേണ്ടി വരാതിരിക്കുമോ അല്ലേ? തിരിഞ്ഞു നോക്കണം. ഞാൻ വന്ന വഴികളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റിയല്ലോ. ചാകുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും അവൻ നോക്കിയിരിക്കും. നോക്കാനിട വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടും ബൈബിൾ വായിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ കുറ്റം കരയേറ്റ് പറഞ്ഞുകൊണ്ടൊന്നും ഇതിന് പരിഹാരമാകുകയില്ല. തെറ്റിന് ശിക്ഷ ഉണ്ടാകുക തന്നെ ചെയ്യും. ഒരുവൻ ക്രിസ്തുവിലായിരുന്നാൽ അവന് ന്യായവിധിയില്ല, അത് സത്യമാണ്. പക്ഷെ അവന് ശിക്ഷാവിധിയുണ്ട്. തെറ്റിന് ശിക്ഷ എന്തായാലും ഉണ്ട്, അത് ക്രിസ്തുവിലായാലും അല്ലെങ്കിലും. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ
തോന്നും പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ തോന്നും പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമുക്ക് തോന്നും പോലെ ജീവിക്കാൻ പറ്റിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറേ പുറകോട്ട് പോയി നോക്ക്. അബ്രാഹത്തിൻ്റെ പിതാവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ആ ആ പിതാവിൻ്റെ ജീവിത രീതി ശരിയല്ല എന്ന് കർത്താവിന് തോന്നിയത് കൊണ്ടാണ് അബ്രാഹത്തിനെ വിളിച്ച് വേർപെടുത്തിയത്. നമുക്കൊരു നാമമുണ്ട്, വേർപെട്ട സഭ. ക്രിസ്ത്യാനികൾക്കുള്ള പേരത്, വേർപെട്ട സഭ. മറ്റു ജനങ്ങളിൽ നിന്ന് വേർപെടുത്തിയതാണ് കർത്താവ്. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ പാടില്ല. നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാക്കാൻ ഞാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ ജീവിക്കാൻ പാടില്ല. വേർപെട്ട സഭ നമ്മളെ വേർപെടുത്തി, മറ്റുള്ള ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തി, കർത്താവിൻ്റെതാക്കി മാറ്റി നിർത്തി. അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കണം? മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കണ്ടേ? ആ രീതിയിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ തെറ്റും കുറ്റങ്ങളും ചെയ്യാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ അത് അറിയുന്ന നിമിഷം നമ്മൾ തിരുത്തപ്പെടണം, മാറ്റപ്പെടണം. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ ഒന്നൊക്കെ നമുക്ക് വേണ്ടത്ര വചനങ്ങളോ ദൈവിക കാര്യങ്ങളിലുള്ള അറിവോ ഒന്നും നമുക്ക് പകർന്നു തന്നിട്ടില്ല എങ്കിൽ, നമ്മൾ ആ രീതിയിൽ വളർന്നിട്ടില്ല എങ്കിൽ, നമുക്ക് സുബോധം ഉണ്ടാകുന്ന കാലത്ത്, നമുക്ക് ബോധമുള്ള ബുദ്ധി ഉറയ്ക്കുന്ന സമയത്ത് നമുക്കത് അറിയുമ്പോൾ നമ്മളത് പെട്ടെന്ന് നമ്മളെ തന്നെ തിരുത്തണം. ബൈബിളും വചനവും നമ്മുടെ ജീവതുല്യനായി കൊണ്ട് നടന്ന് അത് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മൾ വേർപെട്ട സഭ എന്ന് പറയാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവില്ല. ക്രിസ്ത്യാനി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ക്രിസ്ത്യാനി എന്ന പേര് പറയണമെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജീവിക്കണം. എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അത് ക്രിസ്ത്യാനി എന്നൊരു പേരിടരുത്. തോന്നിയ പോലെ ജീവിച്ചിട്ട് ക്രിസ്ത്യാനി എന്നൊരു പേരിടരുത്. അതിന് മറുവില കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അബ്രഹാത്തെ പോലും കർത്താവ് ഈശോമിശിഹ പറഞ്ഞ പിശാചെന്നാണ് പറഞ്ഞത്, ചെകുത്താൻ. നിങ്ങളുടെ പിതാവ് പിശാചാണെന്ന്. പിതാവ് വേർപെടുത്തി കൊണ്ടുവന്നതാ. അത്ര പോലും അബ്രഹാത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടല്ലേ അങ്ങനെ പറയുന്നത്. പുള്ളിക്കാരൻ 2 3 കല്യാണം കഴിച്ചു, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അറിയത്തില്ല കേട്ടോ, അങ്ങനെയാണോ വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലേ. അറിയാൻ മേലാത്ത കാര്യം നമ്മൾ പിതാക്കന്മാരെ പറ്റി പറയാൻ പാടില്ല. അബ്രഹാത്തിന്റെ സന്തതി അല്ലേ നീയും എന്നല്ലേ ചോദ്യം വരുന്നതല്ലേ. അബ്രഹാത്തിന്റെ ഒക്കെ വാക്കിന് കർത്താവിന്റെ മുമ്പിൽ വലിയ വിലയുണ്ട്. നമ്മൾ പറയുന്ന പോലെയല്ല. കാരണം വേർപെടുത്തി കൊണ്ടുവന്നതല്ലേ. എവിടുന്ന വേർപെടുത്തി കൊണ്ടുവന്നറിയാവോ? ഹാരാനിൽ നിന്ന്. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചോദിക്കും, അബ്രഹാം എവിടുന്നാണ് വന്നത്, അബ്രഹാത്തിന്റെ പിതാവിൻ്റെ പേരെന്താണ്, അബ്രഹാത്തിനെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നത്, അബ്രഹാം അവിടെ വന്നപ്പോൾ എങ്ങോട്ടാണ് പലായനം ചെയ്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. ചിലരൊക്കെ ഉത്തരം പറയും, ചിലരുത്തരം പറയുന്നില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ പറയാൻ നമുക്കും പറ്റുന്നില്ല. ചില കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ അല്ല, അതല്ല അവിടെ കിടക്കട്ടെ, അതല്ല ചോദിക്കുന്നത്. നമ്മളിപ്പം പറഞ്ഞത് അതല്ല. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ തലമുറ കൈമാറി വന്ന് നമ്മളല്ല ഇവിടെ ഈ സ്റ്റേജിൽ ഈ അവസ്ഥയിലൊക്കെ വന്ന് ഈ 2025 26 നമ്മൾ കാല് കുത്തുമ്പോൾ പിന്നെ നമ്മളിവിടെ വന്ന് നിൽക്കുകയല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒത്തിരി സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തെ മറക്കാനോ ദൈവത്തിൻ്റെ വഴികൾ വിട്ട് സഞ്ചരിക്കാനോ പാടില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ചെയ്യേണ്ടത്. ഒത്തിരി ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കർത്താവാണ് ഏകരക്ഷകൻ. അവനിലൂടെ മാത്രമേ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ വെള്ളത്തിലോ കരയിലോ ആകാശത്തിലോ ഭൂമിയിലോ എവിടെയും രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം ക്രിസ്തു നാമം മാത്രമാണ്. അത് ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യ മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ഏത് മതത്തിലായാലും മനുഷ്യവർഗത്തിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവാണ്. അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് തിരിച്ചറിഞ്ഞ് ആ വഴി നടന്നു കഴിഞ്ഞാൽ ശുഭം, ഒരു മാറ്റവും. നിന്റെ പാവം കടും ചുവപ്പാണെങ്കിൽ അത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തരും കർത്താവ്. തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നമ്മൾ പുറകോട്ട് പോകണം കർത്താവിൻ്റെ അടുത്തേക്ക്. ഏതായാലും വഴി തെറ്റി ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് ചിന്തിക്കരുത്. നീ അറിയുന്ന ആ നിമിഷം നീ തിരിച്ചു പോയിക്കൊള്ളണം.
ഞാൻ വഴി തെറ്റി എന്ന് തോന്നി ആ നിമിഷം നീ തിരിച്ചു പോയിക്കൊള്ളണം. കർത്താവ് തള്ളിക്കളികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവും വേണ്ട, സംശയവും വേണ്ട. നല്ല കള്ളൻ്റെയും മോശം കള്ളൻ്റെ അവസ്ഥ നമുക്കറിയാലോ. അവൻ എത്ര പാപിയായിരുന്നു. അവൻ എല്ലാ തെറ്റിനും ശിക്ഷയ്ക്കും എല്ലാം അവൻ അർഹനായിരുന്നു. എന്നിട്ടും കർത്താവിനെ തിരിച്ചറിഞ്ഞ നിമിഷം കർത്താവ് അവനെ ചേർത്തില്ലേ? പാവിനെ സ്ത്രീ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടില്ലേ? അതാണ് കർത്താവ്. അതാ പറഞ്ഞത്, നമ്മൾ തെറ്റാണ് നമ്മൾ ചെയ്തത്, നമ്മുടെ വഴി ക്ലിയർ ആയിരുന്നില്ല, നമ്മൾ പോകേണ്ട വഴി ഇതായിരുന്നില്ല, നമ്മൾ നടക്കേണ്ട പാത ഇതല്ല എന്ന് അറിയുന്ന ആ നിമിഷം തിരിച്ചു പോയിക്കൊള്ളണം. എങ്ങോട്ടെന്നറിയാമോ? കർത്താവിൻ്റെ അടുത്തേക്ക്. എല്ലാ തെറ്റുകൂടെ ഏറ്റു പറയുക. നീ നിന്നെ തന്നെ കഴുകി ശുദ്ധീകരിക്കുക. പിന്നെ അവിടെ നോക്കിക്കോളൂ. പിന്നെ ഒരുത്തനും നിന്നെ തൊടില്ല. പിന്നെ ഒരു ബന്ധനത്തിലും നീ ആകില്ല. ഒരു കെട്ടുകളും നിന്നെ പൂട്ടുകയില്ല. ആർക്കും നിന്നെ തൊടാൻ പറ്റില്ല. പിന്നെ നിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കർത്താവിന് തന്നെയാണ്. കർത്താവ് ഏറ്റെടുത്തോളൂ. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ച് മേടിക്കുകയല്ല നമ്മളെ. അതാണ് ക്രിസ്തു. അവൻ്റെ കയ്യിൽ നമ്മളെ ആരും തട്ടിയെടുക്കുകയില്ല. അപ്പം നമ്മളങ്ങോട്ട് പഠിച്ച് എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ആ പോയാലും ആ ഒന്നിനെ തേടിയാണെങ്കിലും വരും. 100 ആടുകളുടെ കഥകൾ ഓർമ്മയില്ലേ? 100 ആടിൽ 99 വിട്ടേച്ച് ആ ഒന്നിനെ തേടി പോയവനാണ് നമ്മുടെ നാഥൻ. ആ പോയതെങ്കിൽ തിരിച്ചു വരുന്ന പറഞ്ഞ് മിണ്ടാതിരുന്നിട്ടൊന്നുമില്ല. കർത്താവിനുള്ളത് കർത്താവിനുള്ളത് തന്നെയാണ്. അത് എവിടെ പോയാലും അവിടെ അവനടുത്ത് വന്ന് ചേർന്നേ മതിയാകൂ. അതാണ് കർത്താവിൻ്റെ മഹത്വം. അവൻ്റെ മഹത്വത്തിന് മുമ്പിൽ നമ്മൾ ഉരുകിപ്പോകും. അവൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു വാക്ക് പറയാൻ പറ്റാതെ വരും. അത്രയ്ക്കും വലിയ സ്നേഹം അവൻ്റേത്. അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് ഈ വചനം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-19 വരെ വായിക്കണം കേട്ടോ. അത് വായിച്ച് എല്ലാവരും ദൈവത്തിൻ്റെ ആശ്രയിക്കുക. എനിക്ക് നിങ്ങൾ ലൈക്ക് തരണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയാല്ലേ. എനിക്ക് അതിനൊന്നും ഞാൻ താല്പര്യമില്ല. കേൾക്കുന്നവർക്ക് താല്പര്യമുള്ളവർ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് വചനമല്ലേ, അത് കേൾക്കാൻ താല്പര്യമുള്ളൂ കേൾക്കട്ടെ. അത്രേ ഞാൻ പറയുള്ളൂ. എല്ലാവരും ഇപ്പം ഇതിനകത്ത് കാണുന്നില്ലേ, ഒത്തിരി പേര് പറയാറില്ലേ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയാറില്ലേ. ഞാൻ ഒന്നും ആവശ്യപ്പെടുകയില്ല. ഇഷ്ടമുള്ള ഒരാൾ കേട്ടാലും മതി. എനിക്ക് ഒരാൾ ഇത് കേട്ടാലും മതി. താല്പര്യം നല്ല മനസ്സുള്ളവർ ഒരാൾ കേട്ടാലും മതി. എനിക്ക് സന്തോഷമാണ്. നമ്മുടെ ഡാനിയേൽ അച്ഛൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കണം കേട്ടോ. നല്ലതാണ്. ബൈബിള് അതേപോലെ നമുക്ക് അരിച്ചു പെറുക്കി പറഞ്ഞു തരും. ഓരോന്നും പറഞ്ഞു തരും. അതൊന്നും കേട്ടിട്ട് മനസ്സിലാകാത്തവർക്ക് ജീവിതത്തിൽ ഒന്നും കേൾക്കാൻ പോകുന്നില്ല, ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. അത്രയ്ക്കും നല്ല ഒരു മഹത്തായ സന്ദേശമാണ് തരുന്നത്. അതൊരു മഹാഭാഗ്യം തന്നെയാണ് അച്ഛൻ്റെ ബൈബിൾ ക്ലാസ്. അതൊക്കെ ഒന്ന് കേൾക്ക്. ഒക്കെ നല്ല കാര്യം. അതില്ല, നല്ല അനുഗ്രഹം ഉണ്ടാകും. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്ന ഇതിനൊക്കെ വേണ്ടി. നമ്മൾ എത്ര കൂടിയായിട്ട് എന്താ ഉള്ളത്? നമുക്ക് ഒന്നുമില്ല. 2 ദൈവവചനം കേട്ടാലും 2 വചനം ആരുടെങ്കിലും പങ്കുവെക്കാനൊക്കെ കിട്ടിയാൽ നമുക്കത് മഹാഭാഗ്യമായിട്ട് കരുത്. അതൊക്കെ നല്ല കാര്യമല്ലേ? അപ്പം ബൈ ബൈ, ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ വീണ്ടും കാണാം. ഇതുപോലെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ വരും. വീണ്ടും വരും. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇതൊക്കെ ഇങ്ങനെ പങ്കുവെക്കാന്നേ. കർത്താവിന് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടിയല്ലേ. ഒന്നുമില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനമെങ്കിലും കിട്ടിയല്ലേ, അതാ ഏറ്റവും വലിയ സന്തോഷം. എനിക്കൊക്കെ അങ്ങനെ. എനിക്ക് മനസ്സിലൊക്കെ ഒരു വിഷമം തോന്നുന്നത് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എന്തോ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയതുപോലെ തോന്നും. അപ്പം ഓക്കെ, ഗുഡ് നൈറ്റ്.